വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ S4 ഡിപ്ലോമ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിലെ ഹൈഡ്രോളിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് പകുതി പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതി പോർഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് പകുതി ആയില്ല. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് പറഞ്ഞു, പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു, സ്റ്റാറ്റിക്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് ഒക്കെ. അതുപോലെ തന്നെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ പ്രഷർ മെഷർമെൻറ്റിൻ്റെ ഡിവൈസസും ഒരു തിയറമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. തിയറം മീൻസ് ഒരു ലോ. സോ ഫസ്റ്റ് നമുക്ക് ആ ലോയിലോട്ട് തന്നെ പോവാം. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിൻ്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ബീക്കറിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചേക്കാണെന്ന് വിചാരിക്കുക. ബീക്കർ പാത്രം എന്താവട്ടെ, സ്റ്റാറ്റിക് ലിക്വിഡാണ്, മൂവ്മെൻറ്റ് ഇല്ലാത്ത ലിക്വിഡ്. അതിൽ നമ്മൾ ഏതൊരു പോയിൻറ്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ ആക്ട് ചെയ്ത് കൊടുത്താലും അത് എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടായിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം എക്സ് ഡയറക്ഷനുണ്ട്, വൈ ഡയറക്ഷനുണ്ട്, ഇസഡ് ഡയറക്ഷനുണ്ട്. സോ ഈക്വൽ എന്ന് പറയുമ്പോൾ PX ഈസ് ഈക്വൽ ടു PY ഈസ് ഈക്വൽ ടു PZ എന്ന് വരും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ മെഷറിംഗ് ഡിവൈസസിനെ കുറിച്ചാണ്. പ്രഷർ മെഷർ ചെയ്യുന്നതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാനോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ മാനോമീറ്റർ തന്നെ മെയിനായിട്ട് 2 ടൈപ്പാണ് പറയുന്നത്. സിംഗിൾ മാനോമീറ്ററും ഉണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. ഈ പ്രഷർ മെഷർ ചെയ്യുന്നതിന് മാനോമീറ്റേഴ്സ് മാത്രമല്ല മെക്കാനിക്കൽ ഗേജസും യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്തെപ്പോഴും പറയുന്നത് മാനോമീറ്റേഴ്സാണ്. നമുക്ക് മെക്കാനിക്കൽ ഗേജസ് എന്താണെന്ന് നോക്കാം. മാനോമീറ്റർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പാണ്, സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇതിൽ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പീസോമീറ്റർ, സെക്കൻഡ് വൺ യൂട്യൂബ് മാനോമീറ്റർ, തേർഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഈ സിംഗിൾ കോളം മാനോമീറ്റർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്, വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ ആൻഡ് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഇത്രയാണ് സിമ്പിൾ മാനോമീറ്ററിൽ വരുന്നത്. ഇനി ഈ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ തന്നെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിലുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 2 പോയിൻറ്റ്സിനിടയിലുള്ള പ്രഷറിൻ്റെ ഡിഫറൻസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും രണ്ടാമത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററുമാണ്. ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ മാനോമീറ്ററിൽ നോർമലി യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഈ മെർക്കുറി മാനോമെട്രിക് ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുറച്ച് പ്രോപ്പർട്ടീസ്, ക്രൈറ്റീരിയാസ് ആയിട്ട് പറയുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്ട്രോങ് കൊഹസീവ് ഫോഴ്സ് ആയിരിക്കണം, ഷാർപ്പ് മെനിസ്കസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ മാനോമെട്രിക് ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പീസോമീറ്റർ ആണ്. പീസോമീറ്ററിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഒരു ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബ് L ഷേപ്പിലാണ് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്രഷറാണ് എനിക്ക് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ യൂസ് ചെയ്യാണ്ട ഒരു ഇക്വേഷനാണ് ρGH. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹെഡ് അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ, ഇതാണ് H എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമ്മുടെ മാനോമീറ്റർ പഠിക്കുന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് പീസോമീറ്റർ ആണ്. ഇതിൽ ഗ്ലാസ് ട്യൂബ് ഈസ് ബെൻഡ് ഇൻ L ഷേപ്പ്. അതുപോലെ തന്നെ നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് എക്സ്റ്റേണൽ ഫ്ലൂയിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ലോ ആയിട്ടുള്ള പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പീസോമീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സിമ്പിൾ മാനോമീറ്ററിൽ തന്നെയുള്ള രണ്ടാമത്തെ ടൈപ്പാണ് യൂട്യൂബ് മാനോമീറ്റർ. ഇതിൻ്റെയൊക്കെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്കെച്ചസ് വേണമെന്ന്. ഓക്കെ, സ്കെച്ചസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ. ഇതിൻ്റെ ഒരറ്റം ഒരു ബൾബാണ് അല്ലെങ്കിൽ ഒരു പൈപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ മറ്റേ അറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ലെഫ്റ്റ് ലിമ്പിൻ്റെ H1 റൈറ്റ് ലിമ്പിൻ്റെ ഉള്ളത് H2 ആണ് നമ്മൾ ഹൈറ്റ് എടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് ലിമ്പ്, റൈറ്റ് ലിമ്പ്.
ഇതിൽ മെയിനായിട്ട് ഒരു യു ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു ലിംബെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ഓപ്പണും, അതുപോലെ മറ്റു ലിംബെന്ന് പറയുന്നത് ഒരു പ്രഷർ പോയിന്റിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. മെർക്കുറിയാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗേജ് പ്രഷർ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഗേജ് പ്രഷറും വാക്യൂം പ്രഷറും മെഷർ ചെയ്യാൻ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോയിൽ നിന്നൊരു ഹൈ പ്രഷർ വരെയുള്ള പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ലിംബിൽ ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ്, ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ പി എ, ഇവിടുത്തെ പ്രഷർ പി എ പ്ലസ് റോ ജി എച്ച് 1 ഈസ് ഈക്വൽ ടു റോ ജി എച്ച് 2. ഓക്കെ, റോ ജി എച്ച് 2, ഇത് റൈറ്റ് ലിംബാണ്. റോ ജി എച്ച് 2 ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ റോ എഫ് അത് നിങ്ങൾ നോക്കണമെന്നില്ല. റോ ടു ജി എച്ച് 2 ആ ഒരു രീതിയിൽ എടുത്താൽ മതിയാവും. ഓക്കെ, റോ ടു ജി എച്ച് 2. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. യൂട്യൂബ് മാനോമീറ്റർ consists of glass tube which is bent in U shape. One limb is open to the atmosphere and the other limb is connected to a point where pressure is to be measured. Mercury used as manometric fluid can measure both the gauge pressure and vacuum pressure. Can measure low to high pressure. Then എന്ത് ചെയ്യുക, ഇക്വേഷൻ കൂടെ നോക്കാം. സിമ്പിൾ മാനോമീറ്ററിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് സിംഗിൾ കോളം മാനോമീറ്റർ. നമ്മൾ പറഞ്ഞു സിംഗിൾ കോളം മാനോമീറ്റർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ സിംഗിൾ കോളവും ഇൻക്ലൈൻഡ് സിംഗിൾ കോളം. ഇതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം ആണ്. ഏകദേശം ഫിഗർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. യൂട്യൂബ് മാനോമീറ്റർ പോലെ തന്നെയാണ്, ചെറിയൊരു മോഡിഫൈഡ് ഫോമാണ്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലിതാ ഒരു റിസർവോയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിസർവോയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ 100 ടൈംസ് ആയിരിക്കും നമ്മൾ റിസർവോയറിൻ്റെ ഏരിയ കൊടുക്കുന്നത്. അതുപോലെ ലോ പ്രഷർ ഹൈ ആക്യുറസിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കോളം മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ക്ലാസിഫൈഡ് ഇൻറ്റു 2: വെർട്ടിക്കൽ സിംഗിൾ കോളം, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം. ഓക്കെ, ദെൻ മോഡിഫൈഡ് ഫോം ഓഫ് യൂട്യൂബ് മാനോമീറ്റർ used when low pressure are to be measured at greater accuracy. Reservoir area is equal to 100 times area of U2. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റർ കഴിഞ്ഞു, അടുത്തുള്ളത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് പറയുന്നത്. യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പം ഒരു മീഡിയം ടു ഹൈ പ്രഷർ ഡിഫറൻസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെർക്കുറി തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ, യു തന്നെ, പക്ഷേ രണ്ട് എൻഡിലും എന്താണ് പ്രഷർ പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ഒന്നും അല്ല, 2 പോയിന്റിൽ ആ പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം ലെഫ്റ്റ് ലിംബ് എടുക്കുമ്പോൾ പി എ റോ ജി എച്ച് പ്ലസ് റോൺ ജി എച്ച് 1ഉം, മറ്റേതെടുക്കുന്ന സമയത്ത് എങ്ങനെ വരും, പി ബി റോ ജി എച്ച് പ്ലസ് റോ ടു ജി എച്ച് 2 എന്നുള്ള ഇക്വേഷൻ വരും. നിങ്ങളിപ്പോൾ ഇക്വേഷൻ ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിലും ആ ഒരു പേര് ഫിഗർ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഫിഗർ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇക്വേഷൻ നോക്കിയാൽ മതി. അടുത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് ഇതുകൂടെ നോക്കാം. യൂസ്ഡ് ടു ഫൈൻഡ് മീഡിയം ടു ഹൈ പ്രഷർ മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് മെർക്കുറി. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് ഡിഫറൻഷ്യലിൻ്റെ സെക്കൻഡ് ടൈപ്പ്. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ മെർക്കുറി അല്ല യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്ററായിട്ടുള്ള ഡെൻസിറ്റി ഉള്ള ഏതെങ്കിലും ലിക്വിഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോ പ്രഷറിലുള്ള ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇരിക്കുന്ന യു ഷേപ്പിൻ്റെ സാധനം തിരിച്ചു വെച്ചേക്കുവാണ്. എന്ന് വെച്ചാൽ ഒരു റാ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ തന്നെ അതൊരു റാ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്, തിരിച്ചു വെച്ചേക്കാം. മെർക്കുറി ഈസ് നോട്ട് യൂസ്ഡ് ആസ് മാനോമെട്രിക് ഫ്ലൂയിഡ്. ലിക്വിഡ് ഹാവിംഗ് ലൈറ്റർ ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലെസ് ദാൻ 1 ഈസ് പ്രിഫേർഡ് ആസ് മാനോമെട്രിക് ഫ്ലൂയിഡ് യൂസ്ഡ് ടു മെഷർ ലോ പ്രഷർ ഡിഫറൻസസ്. അപ്പോൾ ഇപ്പം പറഞ്ഞതാണ് നമ്മുടെ മാനോമീറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും. അതുപോലെ പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഗേജസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ബാരോമീറ്ററുണ്ട്. അപ്പോൾ മാനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഫ്ലൂയിഡ് കോളം ഈസ് ബാലൻസ്ഡ് ബൈ അനദർ ഫ്ലൂയിഡ് കോളം. അത് നമ്മളിപ്പോൾ കണ്ടതാണ്. 2 സൈഡിലുള്ള ആ ഫ്ലൂയിഡ് കോളംസ് നമ്മൾ ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിൻറ്റിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാനാണ് ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാ ബാരോമീറ്റേഴ്സും നോക്കുകയാണെങ്കിലും നമുക്കത് മാനോമീറ്റർ ആയിട്ട് എടുക്കാം. പക്ഷേ എല്ലാ മാനോമീറ്റേഴ്സും ഒരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ബാരോമീറ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. All barometers can be considered as manometer, but all manometers are not barometers. ഓക്കെ, അടുത്താണ് നമ്മൾ മെക്കാനിക്കൽ ഗേജസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. മെക്കാനിക്കൽ ഗേജസ് കൂടുതലും ഗ്യാസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസസിലുള്ള പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഗേജസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 ടൈപ്പിലുള്ള മെക്കാനിക്കൽ ഗേജസ് ആണുള്ളത്. ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൺ പ്രഷർ ഗേജ്, ബെലോസ് പ്രഷർ ഗേജ്, ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ്. അതിൽ ഫസ്റ്റ് പറയുന്ന ഡയഫ്രം പ്രഷർ ഗേജ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെഷർ പ്രഷർ അപ് ടു ലോ ഓഫ് 16 മില്ലി ബാസ് ആണ്. ബോർഡൺ പ്രഷർ എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ പ്രഷർ ഗേജസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന പ്രഷർ ഗേജ് ഏതെന്ന് വെച്ചാൽ ബോർഡൺ ആണ്. ഇതെന്ന് വെച്ചാൽ മീഡിയം ടു ഹൈ പ്രഷർ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ബെല്ലോസ് പ്രഷർ ഗേജ് എന്ന് വെച്ചാൽ മെയിൻലി അബ്സലൂട്ട് പ്രഷർ മെഷർ ചെയ്യാനാണ് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വളരെയധികം സെൻസിറ്റീവാണ്. അതുപോലെ ഹൈ പ്രഷറിൽ അൺസ്യൂട്ടബിൾ ആണ്. പിന്നെ ഒരു പേര് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഷർ മെഷറിംഗ് ഡിവൈസസിൽ അറിഞ്ഞിരിക്കേണ്ടത്.